നമസ്കാരം സുഹൃത്തുക്കളെ. പ്രകൃതി ഭംഗിയും ആത്മീയതയും ഒത്തുചേരുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുണ്യമായ ഒരിടത്തേക്കാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. കർണാടകയിലെ കുടക് ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന തലക്കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ ഈ പുണ്യഭൂമിയിലേക്ക് നമുക്കൊന്ന് പോയി വന്നാലോ? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1276 മീറ്റർ ഉയരത്തിൽ ബ്രഹ്മഗിരി മലനിരകളിലാണ് തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയ കുളത്തിൽ നിന്നാണ് കാവേരി നദി ഇവിടെ ഉത്ഭവിക്കുന്നത്. ഈ കുളത്തെ കുണ്ടിഗെ എന്ന് വിളിക്കുന്നു. ഇവിടെ നിന്നും ഉത്ഭവിക്കുന്ന നദി അല്പദൂരം ഭൂമിക്കടിയിലൂടെ ഒഴുകി പിന്നീട് ഭാഗമണ്ഡലയിൽ വെച്ചാണ് ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് വിശ്വാസം. തലക്കാവേരിയെക്കുറിച്ച് രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. അഗസ്ത്യമുനി തന്റെ കമണ്ഡലുവിലാക്കി കൊണ്ടുവന്ന പുണ്യതീർത്ഥം വിഘ്നേശ്വരൻ ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് തട്ടിമറിച്ചു എന്നും ആ തീർത്ഥമാണ് പിന്നീട് കാവേരി നദിയായി ഒഴുകിയത് എന്നുമാണ് പുരാണം പറയുന്നത്. ലോകനന്മയ്ക്കായി കാവേരി ദേവി നദിയായി മാറിയ ഈ സ്ഥലം അതുകൊണ്ടുതന്നെ ഭക്തർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. തലക്കാവേരിയിൽ പ്രധാനമായും 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് കാവേരി അമ്മയ്ക്കും മറ്റൊന്ന് അഗസ്ത്യേശ്വരനുമായി സമർപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഇവിടുത്തെ അഗസ്ത്യേശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗം അഗസ്ത്യമുനി തന്നെ പ്രതിഷ്ഠിച്ചതാണെന്നാണ് വിശ്വാസം. വളരെ ലളിതവും എന്നാൽ ശാന്തവുമായ നിർമ്മാണശൈലിയാണ് ഈ ക്ഷേത്രങ്ങൾക്കുള്ളത്. തലക്കാവേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് തുലാസംക്രമണം. ഒക്ടോബർ മാസത്തിലാണ് ഇത് നടക്കുന്നത്. ആ ദിവസം കാവേരിയമ്മ ഒരു പ്രത്യേക സമയത്ത് കുണ്ടികയിൽ തീർത്ഥമായി പുനർജനിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ അത്ഭുതം കാണാനും പുണ്യസ്നാനം നടത്താനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ഇവിടെ എത്താറുള്ളത്. ക്ഷേത്രദർശനത്തിനു ശേഷം നമുക്ക് തൊട്ടടുത്തുള്ള ബ്രഹ്മഗിരി കുന്നുകളിലേക്ക് കയറാം. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 300ഓളം പടികൾ കയറിയാൽ മലമുകളിലെത്താം. മുകളിൽ നിന്നുള്ള കാഴ്ച വിവർണനാതീതമാണ്. പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പും കോടമഞ്ഞും പുതിച്ച മലനിരകളും കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. പ്രകൃതിസ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഇതൊരു സ്വർഗമാണ്. വർഷത്തിൽ ഏത് സമയത്തും തലക്കാവേരി സന്ദർശിക്കാമെങ്കിലും ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ഏറ്റവും അനുയോജ്യം. മഴക്കാലത്ത് ഇവിടം പൂർണ്ണമായും മഞ്ഞിൽ മൂടിക്കിടക്കും. കൊടും ചൂടിലും ഇവിടുത്തെ തണുത്ത കാറ്റ് നിങ്ങൾക്കൊരു വലിയ ആശ്വാസമായിരിക്കും. എങ്കിലും മലമുകളിലായതിനാൽ എപ്പോഴും ഒരു ജാക്കറ്റോ ഷോളോ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. തലക്കാവേരിയിലേക്കുള്ള യാത്രയിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് ഭാഗമണ്ഡല. തലക്കാവേരിയിൽ നിന്ന് 8 കിലോമീറ്റർ താഴെയാണിത്. കാവേരി, കനിക, സുജ്യോതി എന്നീ 3 നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമം ഇവിടെയാണ്. ഭക്തർ തലക്കാവേരിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇവിടെ മുങ്ങി നിവർന്ന് ഭാഗണ്ഡേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കണ്ണൂർ വഴിയോ കാസർഗോഡ് വഴിയോ എളുപ്പത്തിലിവിടെ എത്താം. മടിക്കേരിയിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്റർ മാത്രമേ തലക്കാവേരിയിലേക്കുള്ളൂ. റോഡ് മാർഗം വളരെ നല്ല രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം വാഹനത്തിലോ KSRTC ബസ്സുകളിലോ നിങ്ങൾക്കിവിടേക്ക് യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ്. തിരക്കുപിടിച്ച ജീവിതത്തിൽ നിന്ന് മാറി അല്പം സമാധാനവും പോസിറ്റീവ് എനർജിയും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് തലക്കാവേരി. കാവേരിയുടെ കുളിരും പ്രകൃതിയുടെ ഭംഗിയും ആസ്വദിക്കാൻ നിങ്ങളും ഒരിക്കലിവിടേക്ക് വരിക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.